നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സംവിധായകൻ പ്രിയദർശൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കൽ പ്രിയദർശൻ മോഹൻലാലിനെ കാറിന്റെ ഡിക്കിയിലിട്ട് ഹോട്ടലിലേക്ക് കാർ ഓടിച്ചു പോയിട്ടുണ്ട്. ഈ കഥ ഓർമ്മിച്ചെടുക്കുകയാണ് ഇരുവരുടെയും പൊതു സുഹൃത്തായ നടൻ മണിയൻ പിള്ളരാജു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ചിരിച്ചും ചിരിപ്പിച്ചും എന്ന പുസ്തകത്തിലാണ് മോഹൻലാലിനെ പ്രിയദർശൻ ഡിക്കിയിലടച്ച കഥ പറയുന്നത്. പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് മോഹൻലാലാണ്. അഭിനയ ജീവിതത്തിന്റെ ആരംഭം, അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയതിലുള്ള വിഷമം, ആദ്യ സിനിമയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അടിച്ചുമാറ്റിയത്, വിവിധ സിനിമാ ഷൂട്ടിങ്ങുകൾക്കിടയിൽ നടന്ന രസകരമായ സംഭവങ്ങൾ, അങ്ങനെ മണിയൻ പിള്ളരാജു തന്റെ അഭിനയ ജീവിതത്തിലെ നിരവധി മുഹൂർത്തങ്ങൾ പുസ്തകത്തിലൂടെ ഓർമ്മിച്ചെടുക്കുന്നു. MS ദിലീപാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. പുസ്തകത്തിലെ കാറിന്റെ ഡിക്കിയിലെ മോഹൻലാൽ എന്ന ഭാഗത്തിലാണ് ഈ വിവരണങ്ങൾ ഉള്ളത്. കടത്തനാട്ടൻ അമ്പാടിയുടെ കാലത്തെ മറ്റൊരു ഓർമ്മയുണ്ട്. ആ ചിത്രത്തിൽ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് പ്രിയൻ ഒരു പച്ച ഫിയറ്റ് വാങ്ങുന്നത്. പക്ഷെ പ്രിയൻ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഫാൻസിന്റെ പോക്കറ്റിൽ 25,000 രൂപ ഇട്ടിട്ട് അലക്കുകാരന് കൊടുക്കുന്ന പാർട്ടിയാണ്. മുറി വെക്കേറ്റ് ചെയ്തു പോകുമ്പോൾ പേഴ്സും പൈസയും മേശയ്ക്കുള്ളിൽ കിടക്കും. വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഏതെങ്കിലും ഗിയറിൽ അങ്ങ് ഓടിച്ചു പോകും. എവിടെയെങ്കിലും നിർത്തിയാൽ താക്കോലെടുക്കാൻ മറക്കും. വീണ്ടും ഏത് ഗിയറിൽ കിടക്കുന്നോ അതേ ഗിയറിൽ സ്റ്റാർട്ടാകും. അത്രയ്ക്ക് അശ്രദ്ധയാണ്. ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തത് പ്രിയനാണ്. ഒരിക്കൽ ആലപ്പുഴ റെയ്ബാൻ ഹോട്ടലിൽ താമസിക്കുകയാണ്. ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് റെയ്ബാനിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രിയൻ പറഞ്ഞു, ഹോട്ടലിലേക്ക് 4 കിലോമീറ്റർ ഉണ്ടല്ലോ, ഇതിന് ഡിക്കിയിൽ കിടന്നാൽ നിനക്ക് ഞാൻ 100 രൂപ തരാം. ഞാൻ ചെയ്യില്ല, കാരണം എനിക്ക് ഇരുട്ടും കുടുസുമുറിയും പേടിയാണ്. 100 അല്ല 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ലെന്ന് മണിയൻ പിള്ളരാജു പറഞ്ഞു. അപ്പോൾ മോഹൻലാൽ ചാടിക്കയറി പറഞ്ഞു, ഞാൻ കിടക്കാം. ലാൽ ഡിക്കിയിൽ കയറുന്നു, ഡിക്കി അടയ്ക്കുന്നു. റെയ്ബാനിലേക്ക് പോകുകയാണ്. റെയ്ബാൻ എത്തുന്നതിന് മുൻപുള്ള ഒരു വളവിൽ ട്രാൻസ്ഫോമർ ഉണ്ട്. വലയിട്ട് മുള്ളുവേലിയൊക്കെ ആയിട്ട് വണ്ടി വളഞ്ഞതും പ്രിയൻ ആ മുള്ളുവേലിയിൽ കൊണ്ടുപോയി ഒറ്റയിടി. കുറച്ച് സ്പാർക്ക് വന്നു. ആലപ്പുഴ മുഴുവൻ കറണ്ട് പോയി. പ്രിയൻ ടെൻഷനിൽ വണ്ടി എടുത്തു. നേരെ റെയ്ബാനിലെത്തുന്നു. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു. പെട്ടെന്നാണ് മോഹൻലാൽ ഡിക്കിയിലുണ്ടെന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഓടി വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, ഡിക്കിയിൽ ഒരു സാധനമുണ്ട്, എടുത്ത് 103 കൊണ്ടുപോയി വെക്കാം. സെക്യൂരിറ്റി ഓടിപ്പോയി ഡിക്കി തുറന്നതും ആ എന്ന് വിളിച്ച് മോഹൻലാൽ എടുത്തു ചാടി. സെക്യൂരിറ്റി അയ്യോ എന്ന് വിളിച്ച് ബോധം വിട്ടുവീണു. മോഹൻലാലിന്റെ കോലമൊന്ന് കാരണമായിരുന്നു. 4 കിലോമീറ്റർ ദൂരം അതിനുള്ളിൽ കിടന്ന് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു. അതിനിടയിൽ വണ്ടിയുടെ ഇടിയും. 100 രൂപയായിരുന്നില്ല, ആ സാഹസികതയായിരുന്നു ലാലിന്റെ സന്തോഷം. അപ്പോൾ മോഹൻലാലിനെ പ്രിയ സുഹൃത്ത് ഡിക്കിയിലടച്ച കഥ കേട്ടല്ലോ. പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like it, share it and subscribe to Filmy Beat Malayalam.